ബാങ്കോക്കിൽ നിന്ന് കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നതിന് പിന്നിൽ വൻ മലയാളി നെക്സസ്. ബാങ്കോക്കിൽ കഞ്ചാവ് നിയമവിധേയമായതിന്റെ മറവിലാണ് ഇവരുടെ പ്രവർത്തനം. കേരളത്തിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ 50 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. 24 എക്സ്ക്ലൂസീവ്. ഇടുക്കി ഗോൾഡും MDMA-യും സ്റ്റാമ്പും LSD-യുമെല്ലാം അടക്കി വാഴുന്നിടത്തേക്കാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ വരവ്. കൊച്ചി കേന്ദ്രീകരിച്ച വലിയൊരു മാഫിയ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ബാങ്കോക്കിൽ നിന്നാണ് കഞ്ചാവ് എത്തിക്കുന്നത്. പ്രത്യേകം സജ്ജമാക്കിയ താപനിലയിൽ ഏക്കർ കണക്കിന് പൊളിത്തീൻ ഹൌസുകളിലാണ് തായ്ലൻഡിൽ ഹൈബ്രിഡ് കഞ്ചാവ് കൃഷി ചെയ്യുന്നത്. പിന്നീട് വിവിധ വസ്തുക്കളായി തായ്ലൻഡിലെ വീട് ഷോപ്പുകളിലേക്ക് എത്തും. കഞ്ചാവിന്റെ മിഠായി മുതൽ ഐസ്ക്രീം വരെ ആ പട്ടികയിലുണ്ട്. (2022) മുതൽ തായ്ലൻഡിൽ കഞ്ചാവ് നിയമവിധേയമാണ്. ഇത് മുതലെടുത്താണ് ചിലർ കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നതെന്ന് ബാങ്കോക്ക് മലയാളിയും ടൂറിസ്റ്റ് ഓപ്പറേറ്ററുമായ അജോയ് 24-നോട് പറഞ്ഞു. എൻ്റെ റീസൺ ഇതാണ്, അവിടെ ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഒരാൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അത് എക്സ്പോർട്ട് പർപ്പസ് അവിടെ ലീഗലേ പറ്റുള്ളൂ. പക്ഷേ ഈ വരുന്നത് അവരുടെ ലീഗലി അല്ല. അവർ ഏതെങ്കിലും ഒരു ഏജന്റിനെ സമീപിച്ച് അവിടെ നിന്ന് ഇതെടുത്ത് അവരിങ്ങോട്ട് കൊണ്ടുവരുന്നു. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. 1000-ഓളം മലയാളികൾ ബാങ്കോക്കിലുണ്ട്. കേരളത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്ന കേസുകളിൽ ബാങ്കോക്കിന്റെ പേര് കൂട്ടിക്കെട്ടുന്നതിൽ നിരാശരാണ് അവിടുത്തെ മലയാളികൾ. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു കൺസേൺ ആണ്, ഒരു പേരുദോഷമാണ്. അത് ഇടയ്ക്ക് ഇവിടുന്ന് കടത്തുന്ന ആൾക്കാരെ ബാങ്കോക്ക് എയർപോർട്ട് വിളിച്ചും പിടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പിടിക്കുമ്പോഴും അറിയപ്പെടുന്നത് ഇന്ത്യനെ പിടിച്ചു. അപ്പോൾ നമ്മുടെ നാടിനും ഒരു പേരുദോഷമാണ്. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യ എന്നുള്ള ഒരു പേരിന് തന്നെ ഒരു ഇതാണ്. ഇത്ര കഞ്ചാവുമായിട്ട് ബാങ്കോക്ക് എയർപോർട്ടിൽ വെച്ച് പിടികൂടുന്നു എന്ന് പറയുന്നത് അതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 3.5 മണിക്കൂറിൽ ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിലെത്താം. അതുകൊണ്ട് തന്നെ ബാങ്കോക്ക് ടു കൊച്ചിയാണ് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിന്റെ പുതിയ ഇടനാഴി. സ്ത്രീകളെയും യുവാക്കളെയും കരിയർമാരാക്കി മാറ്റിയാണ് ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് നടത്തുന്നത്. ആലപ്പുഴയിൽ എക്സൈസ് പിടിയിലായ തസ്ലീമയും തായ്ലൻഡിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചിരുന്നത്. 1 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് വിമാനത്താവളത്തിൽ പിടികൂടുമ്പോൾ 5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പുറത്തേക്ക് എത്തുന്നുണ്ടെന്നാണ് വിവരം. കൃത്യമായി ഇത് സപ്ലൈ ചെയ്യാനും അതോടൊപ്പം വാങ്ങാനുമെല്ലാം ആളുകളുണ്ട്. ഇവരെ കണ്ടെത്തി സപ്ലൈയും ഉപഭോഗവും കട്ട് ചെയ്യുക മാത്രമാണ് ഇത് തടയാനുള്ള ഏക വഴി. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. വിഷ്ണു സുരേഷ് തങ്ങളുടെ പ്രതിനിധിയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. വിഷ്ണു അതിന്റെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിലേക്ക് എത്തുന്നതിന്റെ വഴികളാണല്ലോ വിഷ്ണു അന്വേഷിച്ചത്. സ്വാഭാവികമായും അത് ബാങ്കോക്കിൽ ഇത് നിയമവിധേയമായതുകൊണ്ട് തന്നെ അതിന്റെ മറവിൽ എളുപ്പത്തിൽ നാട്ടിലേക്ക് ഇത് കടത്താൻ കഴിയുന്നു. അതിനകത്ത് കണ്ണികളായി പ്രവർത്തിക്കുന്നത് പ്രധാനമായും മലയാളികളാണ്. ഇതാണല്ലോ വിഷ്ണുവിന് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതെങ്ങനെയാണ് ഇവർ ഇതിലേക്ക് കണ്ണി ചേർക്കപ്പെടുന്നത്? ഇതിൽ അവരുണ്ടാക്കുന്ന ലാഭം എത്രത്തോളമാണ്? എങ്ങനെയാണ് എക്സൈസിന്റെയും മറ്റ് സംവിധാനങ്ങളുടെയും കണ്ണ് വെട്ടിച്ച് ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിലേക്ക് ഇറക്കാൻ അവർക്ക് കഴിയുന്നത്? നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധന, അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി കൊച്ചി വിമാനത്താവളം കേന്ദ്രീകരിച്ച് നിരവധി തവണ ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് വർദ്ധിച്ചു വരികയും പിടികൂടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. ബാങ്കോക്കിൽ ഈ കഞ്ചാവ്, അതായത് ഹൈബ്രിഡ് കഞ്ചാവ് നിയമവിധേയമാണ്. 2022 മുതൽ അവിടെ നിയമവിധേയമാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷിയടക്കം നടത്തുന്നുണ്ട്. അവിടെ ഏകദേശം 60 മീറ്റർ ഇടവിട്ട് ഇത്തരത്തിൽ വീഡ് ഷോപ്പും കാനബി ഷോപ്പും ഒക്കെ വളരെ സുലഭമാണ്. അപ്പോൾ അതിന്റെ മറവിലാണ് കേരളത്തിലേക്ക് ഇത്തരത്തിൽ കഞ്ചാവ് കടത്തുന്നത്. 3.5 മണിക്കൂർ മാത്രമാണ് കേരളത്തിൽ നിന്ന് ബാങ്കോക്കിലേക്ക് എത്താനുള്ള സമയം ഫ്ലൈറ്റ് മുഖേന. അതുകൊണ്ട് ഒരു ദിവസം ഇന്ന് വൈകിട്ട് പോയാൽ നാളെ വൈകിട്ടോടുകൂടി തിരിച്ചെത്തുമ്പോൾ ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് കടത്താനാകും എന്നുള്ളതെല്ലാമാണ് ഈ കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കടത്താനുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സായി അവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നത്. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ 2 മാസങ്ങളിലായി ഈ കൊച്ചി വിമാനത്താവളത്തിൽ പിടികൂടിയത് ഒന്നൊരു രാജസ്ഥാൻ സ്വദേശിയാണ്, മറ്റൊരു പഞ്ചാബ് സ്വദേശിയാണ്, തമിഴ്നാട് സ്വദേശിയാണ്. ഇവരെല്ലാം കാരിയേഴ്സാണ്. അതായത് ഇവർക്ക് ഇത് എന്താണ് കൊണ്ടുവരുന്നതെന്നോ എന്താണ് കൊടുത്തുവിടുന്നതെന്നോ ഒരു ധാരണയുമില്ല. ഇവർക്ക് പൈസ കൊടുക്കുന്നു,
ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പൈസ അവിടെ നിന്ന് ഒരു സാധനം ഇങ്ങോട്ടേക്ക് എത്തിക്കണമെന്ന് പറയുന്നു. അത് അത്തരത്തിലൊരു പൈസ ഇവർക്ക് നൽകുന്നു. ഇവർ ഇത് പിടികൂടുമ്പോൾ മാത്രമാണ് ഇതിനകത്ത് വലിയ രീതിയിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ട് എന്നൊരു വിവരത്തിലേക്കൊക്കെ ഇവർ പോകുന്നത്. ഇത് അവിടെ നിയന്ത്രിക്കുന്നത് മലയാളി നെക്സസ് തന്നെ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മലയാളികൾ അവിടെ കൃത്യമായി ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മലയാളികൾ മാത്രമല്ല, നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള ആളുകളും ബാങ്കോക്കിൽ ഇത് നിയന്ത്രിക്കുന്നുണ്ട്. അവിടെ കാര്യമായ പരിശോധനകൾ ഒരുപക്ഷെ ഉണ്ടാകാത്തൊരു പശ്ചാത്തലത്തിലായിരിക്കും അവിടുത്തെ വിമാനത്താവളത്തിൽ നിന്നുള്ള ക്ലിയറൻസ് ലഭിച്ച് കൊച്ചിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ ആലപ്പുഴയിലുമായി ബന്ധപ്പെട്ട് 3.5 കിലോളം ഹൈബ്രിഡ് കഞ്ചാവ് എത്തിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് വിമാനത്താവളം വഴി എത്തിയതാണ്. അവിടെ ഒരു പരിശോധനയും അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ വിമാനത്താവളങ്ങളിൽ കൃത്യമായ പരിശോധനകൾ നടപ്പാക്കിയാൽ മാത്രമേ ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടാനാകുകയുള്ളൂ. ഇത് എയർ വഴിയുള്ള ട്രാൻസ്പോർട്ടേഷനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ പരിശോധന നടത്തേണ്ടത്. ബാങ്കോക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ നിരാശരാണ്. കാരണം 1000-ഓളം വരുന്ന ബാങ്കോക്ക് മലയാളി കമ്മ്യൂണിറ്റിയാണ് ബാങ്കോക്കിലുള്ളത്. എവിടെ ഈ ഇത്തരത്തിൽ കേരളത്തിൽ എവിടെ ബാങ്കോക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചാലും അതിന്റെ ഒരറ്റം ബാങ്കോക്കിലായിരിക്കും. കാരണം അവിടെയാണ് ഇത് വ്യാപാര അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്. പ്രത്യേകം സജ്ജീകരിച്ച പോളിത്തീൻ ഹൗസുകളിൽ ടെമ്പറേച്ചറൊക്കെ ക്രമീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ ഒരു വിപണനം. ഇത് MDMA-ക്കാൾ 10 മടങ്ങ് വീര്യം കൂടിയതും വിലക്കൂടിയതുമാണ്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് ഈ ആളുകളെയൊക്കെ ആകർഷിക്കാൻ. ഇന്ന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സിനിമാക്കാർക്കിടയിലേക്ക് MDMA-ക്ക് പകരം എത്തിയ ഒന്നായി ഹൈബ്രിഡ് കഞ്ചാവ് മാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഒരറ്റം ആ മേഖലയിലേക്ക് ബാങ്കോക്കിലേക്ക് പടർന്നു കിടക്കുന്നതിൽ കടുത്ത നിരാശ അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായൊരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം. ബാങ്കോക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് നിയമവിധേയമാണ്. അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ടുള്ള ഷോപ്പുകളടക്കം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മിഠായി രൂപത്തിലോ ഐസ്ക്രീം രൂപത്തിലൊക്കെ ഇത് അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അവിടെ നിയമവിധേയമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവിടെ എത്തുന്ന ആളുകൾ ഇത് ബൾക്ക് എമൗണ്ടായി വാങ്ങി ഇത് കൊച്ചിയിലേക്കും മറ്റും കടത്താൻ ശ്രമിക്കുകയും ഇവിടെ പ്രാദേശികമായി വിപണനം നടത്തുകയും ചെയ്യുന്നത്. ഇതൊരു അപ്പർ ക്ലാസ് അല്ലെങ്കിൽ ഒരു പക്ഷേ സിനിമാ മേഖലകളൊക്കെ അല്ലെങ്കിൽ അത്തരം ഹൈ സ്റ്റാൻഡേർഡ് ആളുകൾക്കിടയിൽ വിപണനം നടത്തുന്ന ഒരു കഞ്ചാവാണ് ഹൈബ്രിഡ് കഞ്ചാവ്. അതിൽ കൃത്യമായ ഇടപെടൽ വേണം. പോലീസിനും എക്സൈസിനും മാത്രമല്ല, അതിൽ കസ്റ്റംസിന് കൂടി കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം അവിടെയാണ് ഇതിന്റെ സപ്ലൈ കട്ട് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് അത്തരം പരിശോധനകൾ ഈ കസ്റ്റംസ് കേന്ദ്രീകരിച്ച് നടത്തിയാൽ മാത്രമേ ഈ നെക്സസിനെ പൂട്ടാനാകൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗോപികൃഷ്ണൻ. വിഷ്ണു, ഇതിനകത്ത് എക്സൈസിന് അതല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് ഇടപെടുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള പരിമിതികളുണ്ടോ? ഇപ്പോൾ നിയമവിധേയമായ ഒരിടത്ത് നിന്ന് 3.5 മണിക്കൂർ മാത്രമുള്ള സഞ്ചാര സമയം കൊണ്ട് അത് കേരളത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. അതിന് വലിയ കണ്ണികൾ കാണും, ചങ്ങലയായി തന്നെ ആ കണ്ണികൾ കാണും. ആ ശൃംഖലയിലൂടെ അത് കേരളത്തിലേക്ക് എത്തുന്നു. ഏതൊരു സാധാരണക്കാരനും വേണമെങ്കിൽ എത്താവുന്ന തരത്തിൽ, കിട്ടാവുന്ന തരത്തിലേക്ക് അതിൻ്റെ ലഭ്യത അത് വളരെ സുലഭമാകുന്നു. അപ്പോൾ ഇവരെ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ അവർ കൂടുതലായി നേരിടുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, എക്സൈസിനും പോലീസിനും ഇപ്പൊ കേരളത്തിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് എത്തിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നതിന് അത് നിയമപരമായി ഒരു തടസ്സവും എക്സൈസിനും അതോടൊപ്പം പോലീസിനുമില്ല. അവരത് കൃത്യമായി ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സാധാരണ മറ്റ് MDMA പോലുള്ള വസ്തുക്കൾ പിടികൂടുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ച അല്ലെങ്കിൽ അത്തരം പരിശോധനകളുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകളൊക്കെ തന്നെയാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ടും നിലനിൽക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഇത് എയർ ട്രാൻസ്പോർട്ടേഷനാണ്. അതായത് വിമാനത്താവളങ്ങളിലാണ് ഇതിന്റെ സപ്ലൈ അല്ലെങ്കിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കട്ട് ചെയ്യപ്പെടേണ്ടത് അവിടെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴ സ്വദേശിയായ തസ്ലീമയെ പിടികൂടുമ്പോൾ അവർ എക്സൈസിന് നൽകിയിട്ടുള്ള മൊഴി അത് 3.5 കിലോയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് ഞങ്ങൾ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിപണനം നടത്തിയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? അതായത് ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിലേക്ക് വിമാനം വഴി അവിടെ എത്തിക്കുന്നു. അവിടെ ഒരു ക്ലിയറൻസോ അല്ലെങ്കിൽ അവിടെ ഒരു പരിശോധനയോ ഇല്ലാതെയാണ് അവർ അവിടെ നിന്ന് പുറത്തേക്ക് ഈ വസ്തുക്കൾ എത്തിക്കുകയും ഇവിടെ സുലഭമായി ഇന്റേണലി സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ സപ്ലൈ കട്ട് ചെയ്യാനുള്ള ഇടപെടൽ കൃത്യമായി വേണം. പിന്നീട് അതിനുശേഷം ഇപ്പോൾ അവിടെ സാധിച്ചില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് എത്തുമ്പോൾ വിപുലമായ പരിശോധനകൾ നടത്താൻ ഒരുപക്ഷെ MDMA വേട്ടയൊക്കെ നമ്മൾ സമീപകാലത്ത് നടത്തിയതുപോലെ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ടും വിശദമായൊരു ആക്ഷൻ പ്ലാനൊക്കെ തയ്യാറാക്കി ഇത് വിപണനം നടത്തുന്ന ചില ആളുകളുണ്ട്. അതായത് കഞ്ചാവും MDMA-യും അല്ലാതെ ഇത് മാത്രം വിപണനം നടത്തുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അവരെ സ്പോട്ട് ചെയ്ത് അവരിലേക്ക് എത്തി വിപുലമായ ഒരു അന്വേഷണം നടത്തിയാൽ നമുക്ക് ഉറപ്പായും ഈ ശൃംഖല പൊളിക്കാനാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ബാങ്കോക്കിൽ നിന്ന് മലയാളികളുടെ
സഹായമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് നമ്മളോട് സംസാരിച്ച അജോയ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. കാരണം ഒരറ്റത്ത് ബാങ്കോക്ക് മലയാളികളുടെ പേര് അല്ലെങ്കിൽ ബാങ്കോക്കിലുള്ള മലയാളികൾ എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. അതുകൊണ്ട് അവരുടെ സഹായവും അടക്കം എക്സൈസിന് ഉണ്ടാകും. ഇത് ഇന്റേണലി സപ്ലൈ ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുക, അതായത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന ഇനത്തിൽപ്പെട്ട ഈ വസ്തു ഇത് മാത്രം കൃത്യമായി വാങ്ങി അത് വലിയ വിലയ്ക്ക് നൽകുന്ന ആളുകളെ കണ്ടെത്തി പിടികൂടുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉപയോഗം വർദ്ധിച്ചു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു മാസം മുമ്പ് തൊടുപുഴയിൽ പിടികൂടിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് അയാളുടെ പക്കൽ നിന്ന് പിടികൂടിയത് 50 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ്. ഇന്ന് ഖലീദ് റഹ്മാനും അതോടൊപ്പം തന്നെ അഷ്റഫ് ഹംസ അവരുടെ കയ്യിൽ നിന്ന് പിടികൂടിയത് ഏകദേശം 1.5 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ്. ഒപ്പം മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ദിവസം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും 3 പേരും തോക്കുമായി ബന്ധപ്പെട്ട് പിടിയപ്പോഴും അവരുടെ കൂടെയും ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. അങ്ങനെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ആളുകളുടെ പക്കൽ നിന്നൊക്കെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നുണ്ട്. അപ്പോൾ ആ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ ഒരു വിപണനം. കാരണം ഇതിന്റെ വില വളരെ കൂടുതലാണ് സാധാരണ ഗതിയിൽ താരതമ്യം ചെയ്യുമ്പോൾ, അതിന് വീര്യവും കൂടുതലാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അത് ഒരു കുറച്ചുകൂടി മേൽത്തട്ടിലുള്ള അല്ലെങ്കിൽ അത്തരം ആളുകൾ ഉപയോഗിക്കുന്ന പൈസ ഒരുപാട് മുടക്കാനുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ലഹരി വസ്തുവായാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയാൽ ഇത് മാത്രം സപ്ലൈ ചെയ്യുന്ന ആളുകൾ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണവും പരിശോധനകളും ആവശ്യമാണ്. അത് സിനിമാ ലൊക്കേഷനുകളിലേക്ക് എക്സൈസിന് കടന്നു ചെന്ന് പരിശോധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഇന്നിപ്പോൾ സംവിധായകരുടെ സംഘടനയും നിർമ്മാതാക്കളുടെ സംഘടനയും ഒക്കെ ഏക രൂപത്തിൽ ഏക സ്വരത്തിൽ അത് നടക്കട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ബാങ്കോക്കിൽ നിന്ന് കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നതിന് പിന്നിലുള്ള മലയാളി നെക്സസിനെ കുറിച്ചാണ് വിഷ്ണു സുരേഷ് പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിന്റെ വിശദാംശങ്ങളായിരുന്നു വിഷ്ണു നമ്മളുമായി പങ്കുവച്ചത്.